വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഡെയിലി ബ്രെഡ് പ്രഭാത സന്ദേശം മത്തായിയുടെ സുവിശേഷം 7:7 കർത്താവ് പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പിന്നെ എഴുതിയിരിക്കുകയാണ്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കുന്നു. യേശു ഇത് പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു തലമാണ്. പലപ്പോഴും നമ്മൾ ഒരു യാചകരെ പോലെ വന്ന് പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ട് പോവുകയാണ്. അവിടെ നിൽക്കരുത്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും വീണ്ടും, അതായത് യേശു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴേ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, മുട്ടിക്കൊണ്ടിരിക്കുക. അതായത് ആ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്ന പോലെ ആ നന്മ ലഭിക്കും വരെ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുക. അത് ലഭിക്കും വരെ. കാരണം അതൊരു വലിയ തലമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം പിന്മാറാതെ, കർത്താവിടെ യാചിപ്പീൻ എന്ന് പറയുന്ന തലം മാത്രമല്ല, അവിടെ അന്വേഷിക്കുന്നൊരു തലം പറയുന്നു, മുട്ടുന്നൊരു തലം. ദൈവം നമുക്ക് കാണുന്ന പോലെ നമ്മുടെ ദൃഷ്ടിയിൽ ആടുരൂപമായി നിൽക്കുകയല്ല. വിശ്വാസ കണ്ണോടാണ് നാം ദൈവത്തെ കാണുന്നത്. ആത്മക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. വേണം ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ നമുക്കൊന്നും പറ്റത്തില്ല. പലരും ചിന്തിക്കും, ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് അത് ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് പല കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ ആത്മാവിൽ കാണാതെ വിശ്വസിച്ചുകൊണ്ട്, ആ എഴുതിയിരിക്കുന്ന വചനത്തിൽ ആ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് നീങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ചോദിക്കുന്ന തലത്തിൽ ചിലപ്പോൾ മറുപടി കിട്ടിയില്ലെന്ന് വരും. കാരണം ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. മുട്ടിക്കൊണ്ടിരിക്കും. ആ സ്നേഹിതൻ രാത്രി ചെന്ന് മുട്ടുമ്പോൾ അവിടുന്ന് അകത്തുനിന്ന് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഉറങ്ങി, കഥ കടച്ചു, കൂട്ടി, ഇനിയും പറ്റത്തില്ല. പക്ഷേ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം വിധവ, അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു. അപ്പം നിങ്ങൾ അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നൊരു തലമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദിവസങ്ങളിലെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമ്മുടെ വിശ്വാസം ദൈവത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യണം. നമ്മൾ കണ്ടേ ഞാൻ അടങ്ങും. കാരണം വാക്ക് പറഞ്ഞവൻ അത് ചെയ്യും. പക്ഷെ ചെയ്യുന്ന കാലയളവ് ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ വലിയേറിയത്. അതുകൊണ്ട് ഇന്നത്തെ ചെറിയ സന്ദേശം എനിക്ക് പറയാനുള്ളതാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു തലമാണ്, ചോദിപ്പീൻ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടുവീൺ തുറക്കപ്പെടും. നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ, നിങ്ങൾ സേവിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. അവൻ ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ. ഒരിക്കലും ദൈവം ഓർപ്പിക്കുന്നൊരു കുരുടൻ വന്നപ്പോൾ കർത്താവിനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ്. കർത്താവ് താമസിക്കുന്നിടം വരെ അവൻ ഫോളോ ചെയ്യുകയാണ്. കർത്താവിനെ എന്ത് ചോദിച്ചു, എന്നോട് ഹൗ മേഴ്സി ഓൺ അസ്, കരുണ തോന്നണേന്ന് പറഞ്ഞപ്പോൾ കർത്താവ്, ഞാൻ എന്താ നിനക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം. കർത്താവ് ഉടനെ ചോദിക്കണം, നീ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് കഴിയുമെന്ന്? നീ വിശ്വസിക്കുന്നു? ഡു യു ബിലീവ് ദാറ്റ് ആം ഐ ഏബിൾ? ദൈവം അതാ ചിന്തിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നു, ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ നടന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ബലം വരും, ദൈവം അത് ചെയ്തത്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് തന്നെ ഒരു മറുപടി ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഹൃദയത്തിനോട് ഉറപ്പ് തരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.